എല്ലാവർക്കും ഹെലനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ കുട്ടികൾ മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും ഇനി മുതൽ ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷ് ഗ്രാമറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗ്രാമർ എന്ന് കേട്ടാൽ കുട്ടികൾക്ക് പേടിയാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഗ്രാമർ ഒന്നും അറിയില്ല എന്ന്. ഇനി അവരങ്ങനെ പറയാൻ ഇടവരില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, എല്ലാവരും ഒരു ഓൾ ദ ബെസ്റ്റ് പറയണേ. അപ്പോൾ ഓക്കെ, ആദ്യം ഇംഗ്ലീഷ് ഗ്രാമറിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സെൻറ്റൻസ്. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് സെൻറ്റൻസ് അല്ലെങ്കിൽ വാചകം എന്ന് പറയുന്നത്. 2 എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെറ്റസ് സ്റ്റാർട്ട് അവർ ഗ്രാമർ. ഓപ്പൺ യുവർ ബുക്സ്. ലെറ്റസ് സ്റ്റാർട്ട് അവർ ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. ഓപ്പൺ യുവർ ബുക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുക്സുകൾ തുറക്കൂ. അപ്പോൾ ഇങ്ങനെ അർത്ഥം വരുന്ന ഒരു ലൈനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ഉള്ള 2-3 കാര്യങ്ങളാണ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു വാചകത്തിൽ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് സബ്ജക്റ്റ്, അതല്ല കർത്താവ് അല്ലെങ്കിൽ ആഖ്യ എന്ന് മലയാളത്തിൽ പറയും. രണ്ടാമതായിട്ടുള്ളതാണ് പ്രെഡിക്കേറ്റ്, അതിനെ ആഖ്യാതാവ് എന്ന് പറയും. അപ്പോൾ എന്താണ് സബ്ജക്റ്റ്? ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ആശയത്തെയോ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്യഭാഗത്തിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാചകത്തിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനം എപ്പോഴും മുൻപിലായിരിക്കും സാധാരണയായിട്ട് ഉണ്ടാവുക. അതിനെ നമ്മളെപ്പോഴും അതൊരു നാമമായിരിക്കും അല്ലെങ്കിൽ നൗൺ എന്ന് പറയും. ഇപ്പോൾ ഈ നൗണ് അങ്ങനെ വെർബ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനം എപ്പോഴും ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിരിക്കും, ആദ്യത്തെ വേർഡ്സ് ആയിരിക്കും സബ്ജക്റ്റായിട്ട് വരിക. അതെപ്പോഴും നൗൺസ് ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. ഇനി നമ്മളൊരു വാചകത്തിൽ പ്രെഡിക്കേറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു വാചകത്തിൽ സബ്ജക്റ്റിനെ പറ്റി എന്താണോ പറയുന്നത്, ആ സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ആഖ്യാതം എന്ന് പറയുന്നത്. ഒരു വാക്യത്തിൽ ഇനിയിപ്പോൾ 2 വാക്കുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വെർബായിരിക്കും, അവിടുത്തെ ക്രിയ ആയിരിക്കും പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സുമി റൈറ്റ്സ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് ഏറ്റവും ആദ്യമായിരിക്കും വരിക, അത് മിക്കവാറും നൗണായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് സുമി എന്നാണ് അല്ലേ. ബാക്കി ഭാഗമാണ് അതെന്താണ് ആ കുട്ടി ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ കുട്ടിയെ പറ്റി എന്താണോ ഇവിടെ പറയുന്നത് അതാണ് അവിടുത്തെ പ്രെഡിക്കേറ്റ്. അപ്പോൾ ഇവിടെ 2 വേർഡ്സ് ഉള്ള ഒരു സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നൗണുണ്ട്. ഈ റൈറ്റ്സ് എന്ന് പറയുന്നത്, എഴുതുന്നു എന്ന് പറയുന്നത് ഒരു വെർബാണ്, ഒരു ക്രിയയാണ്, ആ കുട്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രെഡിക്കേറ്റ് റൈറ്റ്സ് എന്ന വേർഡാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്. രണ്ടാമതൊരു എക്സാമ്പിളാണ് ബീന റൈറ്റ്സ് എ ലെറ്റർ. ബീന കത്ത് എഴുതുന്നു. അപ്പോൾ ബീനയാണ് ഇവിടുത്തെ നൗൺ സബ്ജക്റ്റ്. റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്തിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വെർബും ഉണ്ട്, ഒബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ്? ഒരു വാചകത്തിലെ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആ വാചകത്തിലെ ക്രിയയോട് വാട്ട് എന്ന് അല്ലെങ്കിൽ ടു ഹൂം ഓർ ഫോർ ഹൂം എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാണ് ഒബ്ജക്റ്റ് എന്ന് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ ബീന റൈറ്റ്സ് എ ലെറ്റർ. അപ്പോൾ എന്താണ് എഴുതിയത്? വാട്ട് ഡിഡ് ബീന റൈറ്റ്? എന്താണ് അവൾ എഴുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലെറ്ററാണ്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റായിട്ട് വന്നത്? ലെറ്ററാണ് ഒബ്ജക്റ്റായിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. ഇനി ടു ഹൂം ഓർ ഫോർ ഹൂം, ആർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ള രീതിയിലും സെൻറ്റൻസ് മീനിങ്സ് വരും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും കിട്ടുന്ന ഉത്തരമായിരിക്കും ആ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, കപിൽ ദേവ് പ്ലേഡ് ക്രിക്കറ്റ്. കപിൽ ദേവ് ക്രിക്കറ്റ് കളിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് കളിച്ചത്?
ക്രിക്കറ്റ്. വാട്ട് എന്ന ചോദ്യത്തിന് വരുന്ന ഉത്തരമാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ക്രിക്കറ്റാണ് ഒബ്ജക്റ്റ്. ഇനി മൈ മദർ ഗേവ് മീ ₹100. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് 100 രൂപ തന്നു. അപ്പോൾ എന്താണ് കിട്ടിയത്, അമ്മ കൊടുത്തത്? ഗേവ് എന്ന് പറഞ്ഞാൽ എന്താണ് നൽകിയത്? വാട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത് എന്താണ്? 100 rupees. അപ്പോൾ 100 എന്നുള്ളത് ഇവിടുത്തെ ഒബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ടു ഹൂം എന്നുള്ള ഒരു ചോദ്യം കൂടിയും അല്ലെങ്കിൽ ഫോർ ഹൂം എന്നുള്ളതിൻ്റെ ചോദ്യത്തിനും വരുന്ന ഉത്തരവും ഒബ്ജക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ടു ഹൂം എന്ന് പറഞ്ഞാൽ ആര് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ടു ഹൂം എന്ന് പറയുമ്പോൾ മീ എന്ന് പറയും, അതായത് എനിക്കാണ് അല്ലേ. ടു ഹൂം, ആർക്കാണ് 100 രൂപ കൊടുത്തത്? എനിക്കാണ്. മീ എന്ന് പറഞ്ഞാൽ എനിക്കാണ് 100 രൂപ കിട്ടിയത്. അപ്പോൾ മൈ മദർ ഗേവ് മീ ₹100 എന്ന് പറയുമ്പോൾ ഇതിലത്തെ ഒബ്ജക്റ്റായിട്ട് വരുന്ന ഭാഗമാണ് മീയും 100 rupees. ഓക്കെ. ഇപ്പോൾ വാട്ട് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം, ആ കിട്ടുന്നതിനെ നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. നമ്മൾ ഡയറക്റ്റായിട്ട് ബന്ധം ഉണ്ടായിരിക്കും. കപിൽ ദേവ് എന്ത് കളിച്ചു? കപിൽ ദേവ് ക്രിക്കറ്റ് കളിച്ചു. ഇനി ടു ഹൂം അല്ലെങ്കിൽ ഫോർ ഹൂം എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കില്ല. ടു മീ എന്ന വാക്കാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക, ബേസിക്കായിട്ട് റഫായിട്ട് ഒരു സെൻറ്റൻസിൽ ഉള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെൻറ്റൻസുകൾ തന്നെ പലതരത്തിലുണ്ട്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. ആദ്യത്തേതാണ് അസർട്ടീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസസ്. രണ്ടാമത്തേത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. മൂന്നാമത്തേത് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. നാലാമത്തേത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അപ്പോൾ എന്താണ് ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് പഠിക്കാം. അസർട്ടീവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസസ്. അത് ആ വാചകത്തിൽ തന്നെയുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്താവന, അതിനെയാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും വസ്തുക്കളെയോ കാര്യങ്ങളെയോ പറ്റി പറയുന്ന വാചകങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ പ്രസ്താവനാ വാചകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ്, ഇപ്പോൾ ഞാൻ ഇന്ന കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നു. ഇവിടെ 2 തരത്തിലുള്ള സെൻറ്റൻസുകളുണ്ട്. ഒന്ന് അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ്. രണ്ടാമത്തത് നെഗറ്റീവ് സെൻറ്റൻസ്. നമുക്കറിയാലോ, സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഷീ വെൻറ്റ് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള അർത്ഥം വരുന്ന വാചകങ്ങളാണ് അല്ലേ, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, അവൾ സ്കൂളിലേക്ക് പോയി. ഇതൊക്കെ ഓരോ സെൻറ്റൻസുകളാണ്. ഇനി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട് എന്നുള്ള അർത്ഥം കൂടി ആഡ് ചെയ്യുന്നത്, അതായത് ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല, ഇല്ല എന്നർത്ഥം വരുന്ന വാചകങ്ങളാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ്. അതെല്ലാവർക്കും അറിയാലോ. ഷീ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതിനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ്. നോട്ട് എന്ന വേർഡ് ആഡ് ചെയ്യുന്ന സെൻറ്റൻസിനെ നെഗറ്റീവ് എന്നും പോസിറ്റീവായത് ഇതുപോലെ എഴുതുന്ന സെൻറ്റൻസുകളെ, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായി പറയുന്ന സെൻറ്റൻസുകളെ പോസിറ്റീവ് സെൻറ്റൻസ് എന്നും പറയും. ഇനി വെർബുകൾ എന്താണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാമെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെർബിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരാം. വെർബ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് വെർബ്. ആക്ഷൻ വേർഡ്സിനെയാണ് കോൾഡ് വെർബ്സ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, വെർബുകൾ എന്ന് പറയുന്നത്. മെയിൻ വേർബ്സും ഉണ്ട്, ഓക്സിലറി വേർബ്സും ഉണ്ട്. അപ്പം മെയിൻ വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈറ്റ്, കം, റൺ, റൈറ്റ്, എന്ത് വേണമെങ്കിലും ഏത് കാര്യങ്ങളായാലും, റീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ അതിനെ സഹായക ക്രിയ എന്ന് പറയും. നമ്മളെല്ലാ സെൻറ്റൻസിലും യൂസ് ചെയ്യുന്ന ചില വേർഡുകളാണ് ഏത്, ഈസ്, ആം, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ്, ഡിഡ്, വിൽ, ഷാൽ, ക്യാൻ, മേ, വാസ്, വേർ, ഹാഡ്,
അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ വില്ല് ഷാലിൻ്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വേർഡ്സ്, ഫ്യൂച്ചർ ടെൻസ്, അങ്ങനെ എല്ലാത്തിൻ്റെയും വരുമ്പോൾ അതൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. അപ്പോൾ ഈ ഓക്സിലറി വേർബ്സ് എന്താണെന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് പോസിറ്റീവ് സെൻറ്റൻസുകൾ നെഗറ്റീവിലേക്ക് മാറ്റുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. ഏതൊരു പോസിറ്റീവ് വാചകത്തിനെയും നെഗറ്റീവ് വാചകമാക്കി മാറ്റുവാൻ ഓക്സിലറിയുടെ കൂടെ നോട്ട് എന്ന് കൂട്ടിച്ചേർത്താൽ മതി. അപ്പോൾ എന്താണ് ഓക്സിലറി വേർബ്സ്? നമ്മൾ ഈ പറഞ്ഞതാണ് ഓക്സിലറി വേർബ്സ്. ഓക്സിലറി വേർബ്സിൻ്റെ കൂടെ നോട്ട് എന്ന വേർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസായി മാറി. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഐ ആം റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കും? ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? ആം ആണ് ഓക്സിലറി വെർബ്. അപ്പോൾ നമ്മൾ ആം എന്നുള്ളതിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്താൽ അത് നെഗറ്റീവ് സെൻറ്റൻസായി. അപ്പോൾ എങ്ങനെ വായിക്കും? ഐ ആം നോട്ട് റൈറ്റിംഗ്. ഹീ ഈസ് റീഡിങ്, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഹീ ഈസ് നോട്ട് റീഡിങ്. ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്തപ്പോൾ ഹീ ഈസ് നോട്ട് റീഡിങ്, അപ്പോൾ അത് നെഗറ്റീവായി. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ സഹായക ക്രിയ ഉള്ളത്, അതായത് ഈസ്, ആം, ആറ് ഇങ്ങനെയുള്ള ഓക്സിലറി വേർബ്സ് ഉള്ള സെൻറ്റൻസുകൾക്കാണ് നമ്മൾ ഓക്സിലറി വേർബ്സിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചില സെൻറ്റൻസുകൾ ഉണ്ടാവും ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യാത്ത സെൻറ്റൻസുകൾ ഉണ്ടാവും. അതിൽ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ മെയിൻ വേർബ്സ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ആദ്യം നോക്കാം. ഹീ കംസ്. കണ്ടോ, ഇതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല അല്ലേ? ഇതിനകത്ത് മെയിൻ വെർബാണ്, കംസ് എന്ന് പറയുന്നൊരു വെർബാണ്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ത്? ഡു എന്നല്ലെങ്കിൽ ഡസ്. ഇപ്പോൾ ഇവിടെ കംസ് എന്നായതുകൊണ്ട് നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കം എന്നുള്ളതെങ്കിൽ ഡു യൂസ് ചെയ്യണം. അപ്പോൾ ഡൂവും ഡസ് ഇതിലേതെങ്കിലും, പിന്നെ നോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസിലുള്ള ഫോമാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് വെർബ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. ഇവിടെ ഒരു ഇത് നോക്കാം. എക്സാമ്പിൾ, ഗോ എന്ന് പറയുന്നതിനെ നമ്മൾ എന്തായി പിരിച്ചെഴുതുന്ന പോലെ എഴുതുന്നതാണ്. ഡു പ്ലസ് ഗോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗോ എന്ന് പറയുന്നത്. എന്താണ് ഡു പ്ലസ് ഗോ? ഇനി ഗോസ് എന്ന് പറയുന്നതോ ഡസ് പ്ലസ് ഗോ. ആ പറയുന്നതിൽ തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം അല്ലേ? ഗോസ് എന്ന് പറയുമ്പോൾ ഡസ്, ഗോ എന്ന് പറയുമ്പോൾ ഡു. അപ്പോൾ ഡസ് പ്ലസ് ഗോ. ഇനി വെൻറ്റ് എന്ന് പറഞ്ഞാലോ ഗോൻ്റെ പാസ്റ്റ് ഫോമിലാണ് അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്, പോയി. അപ്പോൾ എന്താ? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഡൂവിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡിഡ് വേണം വയ്ക്കാൻ. ഡൂവും ഡസും പ്രസൻറ്റ് ഫോമിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണ്? ഡിഡ് പ്ലസ് ഗോ. ഇവിടെ ഗോ ആണ്. ഇവിടെ എപ്പോഴും പ്രസൻറ്റ് ഫോം ആയിരിക്കണം എഴുതേണ്ടത്. ഡു പ്ലസ് ഗോ, ഡസ് പ്ലസ് ഗോ, ഡിഡ് പ്ലസ് ഗോ. ഡിഡ് പ്ലസ് ഗോ എന്നുള്ളത് വെൻ്റ് ആകും. ഇനി ഈറ്റ് എന്ന് പറയുന്ന വെർബിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്? ഡു പ്ലസ് ഈറ്റ് ആണ് ഈറ്റ്. ഡസ് പ്ലസ് ഈറ്റ് എന്ന് പറയുമ്പോൾ ഈറ്റ്സ്, ഒരു എസ് ചേർത്താൽ മതി. ഡിഡ് പ്ലസ് ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്റ്റ്. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ എഴുതേണ്ടത്. ഇനി സെൻറ്റൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹീ കംസ്, ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെങ്ങനെ നെഗറ്റീവ് ആക്കും? കംസ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുന്ന പറഞ്ഞത്? ഡസ് പ്ലസ് കം അല്ലേ? അപ്പോൾ ആ ഡസ് പ്ലസ് കമ്മിൻ്റെ കൂടെ, ഡസിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഹീ ഡസ് നോട്ട് കം. അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയി. ഹീ കംസ് എന്നുള്ളത് ഹീ ഡസ് നോട്ട് കം. ഇനി ദേ കം, വെറും കം എന്ന് മാത്രമാണെങ്കിൽ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഡു ആണ് അല്ലേ? അപ്പോൾ ഡു പ്ലസ് കം ആണ് കം. അപ്പോൾ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്തെഴുതും? ദേ ഡു നോട്ട് കം. ഹീ കെയിം, ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ഹീ കെയിം എന്നുള്ളത് എന്താണ്? ഡിഡ് പ്ലസ് കം എന്നാണ്. അപ്പോൾ ഡിഡ് നോട്ട് കം. ഇവിടെ എപ്പോഴും പ്രസൻറ്റ് ടെൻസ് വെക്കണം. പിന്നെ വീണ്ടും ഹീ ഡിഡ് നോട്ട് കെയിം എന്ന് പറയാൻ പാടില്ല. ഹീ ഡിഡ് നോട്ട് കം. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിലറി വേർബ്സ് ഇല്ലാത്ത സെൻറ്റൻസുകളെ നെഗറ്റീവ് ആക്കുന്നത്. ഇനി കുറച്ച് അധികം എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മോർ എക്സാമ്പിൾസ്. ഇത് പോസിറ്റീവ് ആയതാണ്. ഇതിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹീ ഹാസ് റിട്ടൺ, ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളതാണ്. ഹീ ഹാസ്, ഇവിടെ ഹാസ് ആണ് ഓക്സിലറി വെർബ്. ആ ഹാസിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക, വളരെ സിമ്പിളായിട്ട്. ഹീ ഹാസ് നോട്ട് റിട്ടൺ.
ദേ ഹാവ് റിട്ടൺ. ഇവിടെ ഹാവ് ആണ് ഓക്സിലറി വെർബ്. അപ്പോൾ ദേ ഹാവ് നോട്ട് റിട്ടൺ. ഹീ വിൽ റൈറ്റ്. ഇവിടെ വില്ലാണ് ഓക്സിലറി വെർബ്. ഹീ വിൽ നോട്ട് റൈറ്റ്. ഹീ വിൽ ബി റൈറ്റിംഗ്. ഹീ വിൽ നോട്ട് ബി റൈറ്റിംഗ്. ഹീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ ക്യാൻ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ ക്യാൻ ആണ്, അപ്പോൾ കനോട്ട്. ഐ ഷാൽ റൈറ്റ്. ഐ ഷാൽ നോട്ട് റൈറ്റ്. ഐ ആം എ ടീച്ചർ. ഐ ആം നോട്ട് എ ടീച്ചർ. ഇതൊക്കെ ഓക്സിലറി വേർബ്സ് ഉള്ള എക്സാമ്പിൾസ് ആയിരുന്നു. ഇനി ഓക്സിലറി വേർബ്സ് ഇല്ലാത്ത മെയിൻ വേർബ്സ് വരുമ്പോൾ എങ്ങനെ നെഗറ്റീവ് ആക്കാം. ദേ സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ സ്പീക്ക് എന്നാണ്, അപ്പോൾ ഡു പ്ലസ് സ്പീക്കാണ് സ്പീക്ക്. അപ്പോൾ ദേ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ലീല റോട്ട് നോവൽ. റോട്ട് എന്ന് പറയുന്നത് റൈറ്റ് എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. അപ്പോൾ ലീല ഡിഡ് നോട്ട് റൈറ്റ് നോവൽ. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. സ്പീക്സ് എന്നാണ്, അപ്പോൾ ഡസ് എന്നുള്ള വേർഡാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഹീ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ ബിക്കെയിം എ ഡോക്ടർ. ബിക്കെയിം എന്ന് പറയുന്നത് ഏത് വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്? ബിക്കം എന്ന് പറയുന്നതിൻ്റെ. അപ്പോൾ ഹീ ഡിഡ് നോട്ട് ബിക്കം എ ഡോക്ടർ. ലീല റൈറ്റ്സ് എ നോവൽ. റൈറ്റ്സ് എന്നാണ്, അപ്പോൾ ലീല ഡസ് നോട്ട് റൈറ്റ് എ നോവൽ. ഇത് വളരെ ഈസി അല്ലേ? ഇനി ഒരു നെഗറ്റീവ് സെൻറ്റൻസിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ആ നോട്ട് എന്നുള്ളത് എടുത്ത് കളഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗങ്ങൾ, അതായത് ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസുകളെ പറ്റിയിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ, അതിൽ ക്വസ്റ്റ്യൻ ടാഗ്, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം, ക്വസ്റ്റ്യൻ വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള ഒരു ഹൈസ്കൂൾ കുട്ടിക്ക് വരെ, അത്രയും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്ന കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ അവർക്കും ഇംഗ്ലീഷ് ഗ്രാമർ, അതുപോലെ ഞാൻ ഹിന്ദി ഗ്രാമറും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷും ഇനി ആർക്കും ബുദ്ധിമുട്ടാണ് എന്ന് പറയരുത്. രണ്ടും വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.